കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും ചേരുന്നു. ടോബി, എന്താണ് കോട്ടയത്തെ സാഹചര്യം? വേണു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നത്. രാത്രിയിൽ ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും, മഴക്കെടുതികളായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഒരു സാഹചര്യം പക്ഷേ വ്യത്യസ്തമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിലും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ശക്തമായി ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഈ മഴ ശക്തമായതിനെ തുടർന്ന് മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അത് കിഴക്കൻ മേഖലകളിലാണ് കൂടുതൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത്. പാല, ഈരാറ്റുപേട്ട, അതുപോലെ തന്നെ മുണ്ടക്കയം പോലെയുള്ള സ്ഥലങ്ങളിൽ ഇന്നലെയും ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഇന്നും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും കൺട്രോൾ റൂം ജില്ലാ ഭരണകൂടം തുറന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അടിയന്തര സഹായങ്ങളടക്കം വേണ്ടി വന്നാൽ അതിനുള്ള ഒരു കൺട്രോൾ റൂം വിളിക്കാൻ വിവിധ താലൂക്കുകളിൽ തുറന്നിട്ടുണ്ട്. വൈക്കത്ത് ഇന്നലെ ഒരു വീട് ഇടിഞ്ഞതായിട്ട് ഉള്ള ഒരു റിപ്പോർട്ടുണ്ട്. അതല്ലാതെ മറ്റ് സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരു കുടുംബത്തെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. എന്തായാലും മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് കോട്ടയത്ത്. വേണു. ശരി, ടോബി ജോൺസണും മനീഷ് ഹിപ്പാലുമാണ് വിവരങ്ങൾ നൽകിയത്.